സ്നേഹമുള്ളവർ, മയക്കുമരുന്നുകൾ എന്ന് പറയുമ്പോൾ മുൻപും ഇവിടെ മയക്കുമരുന്നുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ശരീരത്തിനെ പലതരത്തിലും നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ ക്യാൻസർ മാതിരിയുള്ള മാരകമായ ശ്വാസകോശ TB മാതിരിയുള്ള പല രോഗങ്ങൾക്കും കാരണമാകുന്ന ഈ മുറുക്ക് ശീലങ്ങൾ, പുകയില മുറുക്ക് ശീലങ്ങൾ, അതേമാതിരി തന്നെ വീടി, സിഗരറ്റ് എന്നിവ കൊണ്ടുള്ള ഉപയോഗം, അതേമാതിരി തന്നെ കഞ്ചാവിൻ്റെ പല രൂപങ്ങളും, ദ്രവരൂപത്തിലും അതേമാതിരി പൊടി രൂപത്തിലും കല്ല് രൂപത്തിലും ഒക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ കുടലിലേക്ക് കൂടിയൊക്കെ വലിക്കാൻ പറ്റുന്ന, സാധാരണ ഉപയോഗിക്കുന്ന ഏറ്റവും വില ചുരുങ്ങി വിലക്ക് കിട്ടുന്ന കഞ്ചാവുകളും ഇതൊക്കെ നാട്ടിലുടനീളം പണ്ട് മുതലേ ലഭിച്ചിരുന്നതാണ്. പക്ഷേ അതൊന്നും ഹാനികരമാണെങ്കിലും ഇതിനേക്കാളൊക്കെ എത്രയോ 1000 മടങ്ങ് ഹാനികരമായ MDMA എന്ന രാസപദാർത്ഥം, രാസലഹരി ഇന്ന് നമുക്ക് ഇവിടെ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അത് നമ്മുടെ പുതിയ തലമുറയെ ഒന്നടങ്കം കൊല്ലാക്കൊല ചെയ്യുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ജാഗരൂകരായിരിക്കേണ്ടതായിട്ടുണ്ട്. അത് ചെറിയ സ്കൂളുകളിൽ, UP മുതലുള്ള ഹൈസ്കൂൾ തലങ്ങളിലുള്ള ഹയർ സെക്കൻഡറി മുതൽ ഡിഗ്രി മുതൽ ബിരുദാനന്തര തലം വരെ പഠിക്കുന്ന കുട്ടികളെ ഇതിൻ്റെ കരിയർമാരാക്കി മാറ്റുകയാണ്. UP സ്കൂൾ പഠിക്കുന്ന ആണും പെണ്ണും, വലിയ കുട്ടികളെ മാത്രമല്ല, ചെറിയ കുഞ്ഞുമക്കളെ. അപ്പോൾ നമ്മുടെ നാട്ടിലുടനീളമുള്ള സിറ്റികളിലുള്ള ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ പ്രവർത്തിക്കുന്ന കഫേകൾ, ആ കഫേകളിൽ കൂൾ ബാർ ഐറ്റംസും അല്ലെ ചായ, കാപ്പി, പാനീയങ്ങളൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത്. പിന്നെ വില കുറഞ്ഞ വിലക്കുള്ള സാധനമായാലും അവിടെ നല്ല വിലക്ക് തന്നെ വിറ്റഴിക്കുന്ന ചില സ്ഥാപനങ്ങളാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ ഈ ഇത്തരം UP സ്കൂള്, ഹൈസ്കൂളൊക്കെ പഠിക്കുന്ന ചെറിയ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി അടുത്ത സീറ്റിലിരിക്കുന്നവർക്ക് കാണാൻ പറ്റാത്ത വിധം മണിക്കൂറുകളോളം അവിടെ ഇരുന്നിട്ട്, അപ്പോൾ UP സ്കൂൾ മുതലുള്ള കുട്ടികളെ ഈ മയക്കുമരുന്ന് മാഫിയ ഇത്തരം ഈ കൂൾ ബാറിൽ നിന്ന് ജ്യൂസുകളിലേക്ക് കൂടിയും അല്ലെ ഐസ്ക്രീമിൽ കൂടിയൊക്കെ ഒരു ചെറിയ തരി MDMA മാതിരിയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഭക്ഷണത്തിനൊന്നായിട്ട് കൊടുക്കുകയും അവരതിന് അടിമപ്പെടുകയും അവർ തന്നെ ഈ ചെറിയ കുട്ടികളൊക്കെ ഈ കഴിക്കുന്ന ഇങ്ങനെയുള്ള വരുന്ന കുട്ടികൾ ഇതിൻ്റെ കരിയർമാരായി തീരുകയും ചെയ്യുന്ന ഒരു ദയനീയ അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുക. അപ്പോൾ അങ്ങനെയാണ് അവരിത് ഈ ശരീരത്തിന് ഈ മയക്കുമരുന്നിൻ്റെ ഈ MDMAയുടെ അംശം അല്ലെങ്കിൽ അതിൻ്റെ വീര്യം കിട്ടാൻ വേണ്ടി കരിയർമാരാകുകയും പിന്നെ പൂർണ്ണമായി എന്ത് കാശ് കൊടുത്തും എങ്ങനെ കാശുണ്ടാക്കിയും ഇത് വാങ്ങാനും ഇത് ഉപയോഗിച്ച് പല അതിക്രമങ്ങൾക്കും മുതിരുന്ന, അല്ലെങ്കിൽ പല സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലും ഇടപഴകുന്ന ഒരു യുവത്വത്തെയാണ് നമുക്കിപ്പോൾ നാടുനീളെ കണ്ടുമുട്ടാൻ കഴിയുന്നത്. ഈ MA എന്ന് പറഞ്ഞാൽ ഈ സിന്തറ്റിക് രാസലഹരി. ഈ സിന്തറ്റിക് രാസലഹരി ഒരു രൂപത്തിൽ മാത്രമല്ല ഇന്ന് ലഭ്യമാകുന്നത്. അത് ലോകത്തിലും അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തും കേരളത്തിലടക്കം പല ലാബുകളിലേക്ക് കൂടി 10-18ലധികം രൂപത്തിൽ നിർമ്മിതിയിലേക്ക് കൂടി, അതിൽ പല വീര്യത്തിലേക്ക് കൂടി പിന്നെ അത് ഇന്ന് ഈ മാർക്കറ്റിൽ ലഭ്യമാവുകയാണ്. അത് ഉപയോഗിച്ചും കൊണ്ടാണ് ഒരു കുടുംബത്തിലെ തന്നെ അഫാൻ എന്ന പയ്യൻ അന്നേരം മദ്യപാനം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഈ കുടുംബത്തിലുള്ള ഉമ്മ, അതേമാതിരി തന്നെ സഹോദരങ്ങൾ, മറ്റുള്ള ഈ 5-6ഓളം പേരെ ആക്രമിക്കുകയും 5 പേരെ കൊലപാതകം ചെയ്യുകയും ഈ 5നെ ആക്രമിച്ചപ്പോൾ ഉള്ള ഞെട്ടലിൽ നിന്ന് അവൻ ഇതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറയുന്നു. അവൻ തന്നെ പറഞ്ഞ ഒരു കാര്യം എടുത്തു പറയുകയാണെന്ന് വെച്ചാൽ, അവൻ വേറെയും 2-3 ആളെ കൊല്ലാൻ വേണ്ടി തയ്യാറായിരുന്നു എന്നാണ് അവൻ്റെ ഈ രാസലഹരി ഉപയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്തരം സിന്തറ്റിക് ലഹരി, MDMA മാതിരിയുള്ള ലഹരി ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ ജർമ്മനിയിലാണ് 1910 ജർമ്മനിയിലാണ് ഈ ലഹരി ആദ്യം പരീക്ഷണം നടത്തുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ മുറിവിലേക്ക് കൂടി രക്തസ്രാവം ഉണ്ടായാൽ അത് പെട്ടെന്ന് നിലയ്ക്കാൻ വേണ്ടി അവർ ഡോക്ടർമാർ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണം നടത്തിയ ലാബിൽ പരീക്ഷണം നടത്തി കണ്ടെത്തിയ ഒരു ഉൽപ്പന്നമാണ് ഈ MDMA. അപ്പോൾ അതിന് ഈ അതിന് ശേഷം അതിന് ഒട്ടനേകം വകഭേദങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അത്രയും വകഭേദങ്ങളിലേക്ക് കൂടി അത്രയും വീര്യം കൂടിയ മയക്കുമരുന്നായി
ഡ്രഗ്സായി അത് ഇപ്പോൾ ഇവിടെ വിൽക്കപ്പെടുകയാണ്. അത് സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ കേരള സംസ്കാരത്തിന് ഭീഷണി ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് ഇത്തരം ഭീഷണി ഉയർത്തുന്ന ഈയൊരു സാമൂഹിക പ്രശ്നത്തെ അല്ലെങ്കിൽ സാംസ്കാരിക പ്രശ്നത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നത്തെ അങ്ങനെയൊക്കെ മൊത്തത്തിലുള്ള ആരോഗ്യ പ്രശ്നത്തെയൊക്കെ സമൂഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നത്തെ ഒട്ടാകെ വിലയിരുത്തിയ ഇത് തടഞ്ഞേ തീരൂ എന്നുള്ള ഒരു നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരും. ഇത് മറ്റുള്ള ഡ്രഗ്സ് മാതിരിയല്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ MDMA ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തെ അത് കൊല്ലാക്കൊള്ളി ചെയ്യും. അതേമാതിരി തന്നെ ആ മസ്തിഷ്കം നശിക്കുന്നതോടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും അത് ഹൃദയത്തെ, അതേമാതിരി തന്നെ ശ്വാസകോശത്തെ, അതേമാതിരി തന്നെ നമ്മുടെ എല്ലാ അവയവത്തെയും അത് കീഴ്പ്പെടുത്തും. നമ്മുടെ പല്ലൊക്കെ ഈ പൊടിയായി പഞ്ചസാരപ്പൊടി മാതിരി പൊടിഞ്ഞ് ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റുന്ന നിലയിലേക്ക് അത് മാറും. അങ്ങനെ ശരീരത്തെ മൊത്തത്തിൽ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഈയൊരു മയക്കുമരുന്ന് സംവിധാനം ഇവിടെ നിലനിൽക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ സമൂഹമാണ്, നമ്മുടെ രക്ഷിതാക്കളാണ്. അപ്പോൾ അതിൻ്റെ ജാഗ്രത സമൂഹത്തിന് മൊത്തത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഭവിഷ്യത്ത് ഈ ഒരാളുടെ ഈ രാസലഹരി കൊണ്ട് ഉപയോഗിച്ച് ഒരു വ്യക്തി നശിക്കുന്നു എന്നുള്ളതല്ല. അങ്ങനെ ഒട്ടനേകം വ്യക്തികൾ ഈ സമൂഹത്തിൻ്റെ ഈ മുഖ്യധാരയിൽ നിന്നും നീങ്ങിപ്പോകുന്ന, ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ട് തീരാവേദനയിലേക്ക് മാറിപ്പോകുന്ന പല കുടുംബങ്ങളെയും നമുക്ക് നേരിട്ടിട്ട് കാണാൻ കഴിയും. ഇത്തരം ഉള്ള മയക്കുമരുന്നിനടിമപ്പെട്ട യുവത്വങ്ങൾക്ക് ഉറക്കില്ല, മര്യാദയ്ക്കുള്ള ഒരു ജീവിത രീതിയിലേക്കും കൂടി അവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. അവരുടെ എല്ലാ മസ്തിഷ്ക കഴിവുകളെയും ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് ഈ മയക്കുമരുന്നിൻ്റെ വീര്യം നിലനിർത്തുന്നത്. അത് അല്പായുസുക്കളായിട്ട് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ മാറുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈയൊരു മയക്കുമരുന്ന് സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം ഇവിടെ സമൂഹത്തിൽ എവിടെ അങ്ങനെ വിറ്റഴിക്കപ്പെടുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അത് ലഭ്യമാകുന്നുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ പൗരന്മാരും, എല്ലാ വിഭാഗം ജനങ്ങളും ഇത് നമ്മുടെ വീട്ടിൽ നാളെ സംഭവിക്കാം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വരണം എന്നാണ് നിങ്ങളോട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ജാഗ്രതയില്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഈ MDMA മാതിരിയുള്ള ഈ സിന്തറ്റിക് മയക്ക് ലഹരിയിൽ സമൂഹം ഒന്നാകെ നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് യൗവനം മൊത്തത്തിൽ ഈ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ വഴിതെറ്റുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉടലെടുക്കുകയാണ്. അത് ഇല്ലായ്മ ചെയ്യേണ്ടത് നമ്മുടെ മൊത്തം സമൂഹത്തിന് ബാധ്യതയുണ്ട്. അതിന് എല്ലാവരും ജാഗരൂകരമായിരിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ. ഈ പാർക്കിൻസൺസ്, പക്ഷാഘാതം, അൽഷിമേഴ്സ്, അതേമാതിരി തന്നെ അകാല വാർദ്ധക്യം, അങ്ങനെ മെല്ലെ ശരീരത്തിന് എല്ലാ രോഗങ്ങളിലും കൂടിയും മരണത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ രാസലഹരി ഉപയോഗിക്കുന്നവരുടെ അന്ത്യം. അവസരം ബ്യൂറോ, അതേമാതിരി തന്നെ നമ്മളെ എക്സൈസ് ഓഫീസർമാർ, അതേമാതിരി തന്നെ പോലീസുകാർ, അങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അതോടൊപ്പം ഇവിടുത്തെ നമ്മൾ പൊതുജനങ്ങളും രക്ഷിതാക്കളും അല്ലെങ്കിൽ മറ്റ് കുടുംബാംഗങ്ങളെല്ലാം തന്നെ നമ്മുടെ എല്ലാവരും ഒരു കുടുംബത്തെ പോലെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ യൗവനങ്ങൾ ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്നതിന് തടയാൻ വേണ്ടി നമ്മളെല്ലാവർക്കും കൂടി ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ പോലീസ് കമ്മീഷണറുടെ ഒരു ഫോൺ നമ്പർ നിങ്ങൾക്ക് അറിയിക്കുകയാണ്. അങ്ങനെ എവിടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ ഈ കമ്മീഷണറുടെ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ചറിയിക്കുക. ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നേരും നെറിയും ധാർമ്മികതയും ഇല്ലാതാകുന്ന കെട്ടകാലത്തിൻ്റെ കാഴ്ചകളാണ് ചുറ്റും. ആ കെട്ടകാലത്തിൻ്റെ കാഴ്ചകൾ ഇന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇന്നുള്ള കെട്ടകാഴ്ചകൾക്ക് അതിൻ്റേതായ കെട്ടരൂപങ്ങളുണ്ട്. ആ കെട്ടരൂപങ്ങളെ തള്ളിമാറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അങ്ങനെ മുന്നോട്ട് പോകാൻ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുക.